ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടിയും ഇടിയും വെടിയുടെ പൂരൊക്കെ ആയിരിക്കണ ടപ്പ ടപ്പാന്ന് ലെവലായിട്ട് ഇങ്ങനെ ഡും ഡും എന്നുള്ള ലെവലില് തകർക്കാൻ പോണ ഐറ്റാണ് പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത ലെവലിലുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് സംവിധായകൻ പറഞ്ഞത്. ആര് പറഞ്ഞത്? സംവിധായകൻ പറഞ്ഞത്. മഹേഷ് നാരായണ പുതിയ സിനിമ റിലീസിന് വരാൻ വേണ്ടി പോവാണ്. കേന്ദ്ര കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്കുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ നല്ലൊരു റോള്. മമ്മൂക്കാടെ കഥാപാത്രത്തിന്റെ അത്രയും വാല്യൂ ഉള്ള റോള് ചെയ്തിട്ടാണ് ആര് വരുന്നത്? നമ്മളെ ലാലേട്ടൻ വരുന്നത്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. അപ്പൊ അവരൊക്കെ വൻ താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ താരനിര ആയിട്ടാണ് ഈ പടം വരുന്നത്. സംഭവം ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കേസന്വേഷണം തന്നെയാണ്. കേസന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളും ഉള്ള സിനിമയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കും കൂടി ഒരുമിച്ചൊരു സിനിമ വരുന്നത്. അതും വൻ ബമ്പൻ താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ഉണ്ട്, നയൻതാര ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് ആക്ടർ മെഗാസ്റ്റാർ ഇവർ രണ്ടാളും ഉണ്ട്. അപ്പൊ കേന്ദ്ര കഥാപാത്രമായിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മമ്മൂക്കയാണ്. അപ്പൊ മമ്മൂക്കാടെ ഒരു സുഹൃത്തായിട്ടാണ് നമ്മൾ ലാലേട്ടനെ പ്രസന്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഭവം മലയാള ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളും കാര്യങ്ങളൊക്കെ അതിലും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ളത്, പാട്രിയറ്റ് വരുന്നത്. അപ്പോൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി വരണം, അതുപോലെ തന്നെ വെറൈറ്റി വേണം, അതുപോലെ തന്നെ നല്ലൊരു മാസും ബോസും അതുപോലെ തന്നെ അടിയും ഇടിയും ടപ്പാന്നിങ്ങനെയുള്ള ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളികൾ രണ്ടും കയ്യിൽ നിന്ന് നീട്ടി സ്വീകരിക്കും. കാരണം മലയാളികൾ വെറൈറ്റിയാണ് ആഗ്രഹിക്കുന്നത്. മലയാളികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വെറൈറ്റിയാണ്. അപ്പൊ വെറൈറ്റി മഹേഷ് നാരായണൻ കൊടുക്കാൻ തയ്യാറാണ്. മഹേഷ് നാരായണൻ രണ്ട് മെയിൻ താരങ്ങൾ, മലയാളത്തിന്റെ മഹാനടന്മാരായ രണ്ട് താരങ്ങളെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് അവരുടെ ആ കഴിവും, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്ത് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അപ്പോൾ മെയിൻ കഥാപാത്രം വരുന്നത് മമ്മൂക്കയാണ് വെച്ചെങ്കിലും മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് ഒരു എക്സ് മിലിറ്ററി എന്നുള്ള ലെവലിലാണ് ആര് വരുന്നത്? ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ദൃശ്യാനുഭവം തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. സംഭവം തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കും. കേരള ബോക്സ് ഓഫീസൊക്കെ കിടുകിട എന്നുള്ള ലെവലില് തകർക്കും ആ യാതി ആയിട്ടാണ് പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. കാരണം ഫാൻസുകാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാടെ ഫാൻസുകാരുണ്ട്, അതുപോലെ ലാലേട്ടൻ ഫാൻസുകാരുണ്ട്, അതുപോലെ തന്നെ ഫാൻസിൽ പെടാത്ത ആൾക്കാരുണ്ട്. ആ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ ആസ്വാദകർ ഒരുപാടുണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് എന്താവും? സംഭവം അടിപൊളിയായിട്ടുണ്ട്. റിലീസായി കഴിഞ്ഞാൽ സിനിമ രണ്ട് കൈ നീട്ടി മലയാളികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ അറിയാലോ, ഒരുപാട് താരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ നല്ല ഹിറ്റാവും. അത് പ്രത്യേകിച്ച് നല്ല അടിപൊളി കഥയും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. മാഷാരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അനുഭവം തരുന്ന സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്, ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ പാട്രിയറ്റ് വെറൈറ്റി അനുഭവം തന്നു കഴിഞ്ഞാൽ സിനിമ പൊന്നാര മക്കളെ കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കത്തിക്കയറും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് വേറെ സെക്ഷൻ ഉണ്ടാവും, അത് വേറെ. പക്ഷെ സിനിമ ബോക്സ് ഓഫീസിൽ വൻ പ്രതീക്ഷ നൽകുന്ന വൻ ഹൈപ്പോട് കൂടിയിട്ടാണ്. കാരണം ഇത് സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇനിയും വരാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അതിൽക്കൊന്നും ഇപ്പൊ നമ്മള് ചർച്ചയ്ക്ക് പോകുന്നില്ല. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞാൽ തകർക്കും. മലയാള ബോക്സ് ഓഫീസ് ഇങ്ങനെ കിടുകിട വിറക്കും. ആ നല്ല ലെവലിലേക്കുള്ള അഭിനയങ്ങളും കാര്യങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നയൻതാര, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. അപ്പൊ വെറൈറ്റി ദൃശ്യാനുഭവം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി ദൃശ്യാനുഭവം തന്നെയാണ്. അപ്പൊ മമ്മൂക്കാക്ക് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊൻതൂവലായി മാറും, ലാലേട്ടനും പൊൻതൂവലായി മാറും. കാരണം ഇതൊരു വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റായി മാറട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആശംസകൾ തരികയാണ്. പക്ഷെ സിനിമ വൻ ഹിറ്റായി മാറും. സിനിമക്ക് ഒരു ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് സംസാരിക്കാം. സിനിമക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ആ ടാർഗറ്റ് സിനിമ കവർ ചെയ്യും, അല്ലെങ്കിൽ സിനിമ കീപ്പ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ് ആ ലെവലിൽ.
അപ്പോൾ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര മക്കളെ മമ്മൂക്കാടെ കിടു പറഞ്ഞു കഴിഞ്ഞാൽ കിടു ഐറ്റം കേന്ദ്ര കഥാപാത്രം മമ്മൂക്കായ കാരണം കൊണ്ട് കിടു ആയിരിക്കും. അതുപോലെ തന്നെ അതിനൊത്ത ഒരു കഥാപാത്രം തന്നെയാണ് ലാലേട്ടൻ. സസ്പെൻസുകളുള്ള സിനിമ കേട്ടോ, സസ്പെൻസുകളുള്ള ഒരുപാട് സസ്പെൻസുകളുള്ള സിനിമയാണ്. കാരണം ആ ലെവലിലാണ് ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയില്ല. കാരണം ടിഷ്യൂ പട്ട 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 അടി ഇടിയും വെടിവെപ്പും ആകെ ജഗ പുക ജിങ്കാലാല എന്നറിയില്ലേ, ജഗ പുക ജിങ്കാലാല. അപ്പൊ ആ ലെവലിലുള്ള മേക്കിങ്ങും കാര്യങ്ങളാണ്. അപ്പൊ ഒരു സിനിമ അത് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ മലയാള ബോക്സ് ഓഫീസ് എന്നല്ല അന്യഭാഷയിലും മറ്റുള്ളതിലൊക്കെ ഇത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രദർശനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സംഭവം വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റ്. ഇപ്പം അടുത്ത കാലത്തൊന്നും നമുക്ക് ലാലേട്ടനും കൂടിയിട്ട് ഒരുമിച്ച് ഒരു സിനിമ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട്. നമുക്ക് ലാലേട്ടനും കൂടിയിട്ട് പടത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടിയിട്ട് എന്തുണ്ട് ഈ സിനിമക്ക് ഉണ്ട്. അപ്പോൾ സിനിമ വൻ ഹിറ്റായി മാറും. ബോക്സ് ഓഫീസ്, കേരള ബോക്സ് ഓഫീസ് ഇങ്ങനെ കിടുകിട വിറക്കും. ബുക്കിംഗ് ആപ്പുകളൊക്കെ അങ്ങനെ നിശ്ചലമായി മാറും. ആ നിലക്കുള്ള ഐറ്റാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. ബുക്കിംഗ് ആപ്പുകളൊന്നും പാട്രിയറ്റിന് താങ്ങാനാവില്ല എന്നാണ് ഇപ്പോൾ പറയണ കേൾക്കുന്നത്. ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി മാറും. അപ്പൊ ആ ലെവലിലേക്ക് ഒരു എന്താ പറയുക, ഒരു കൊടൂര ഐറ്റാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമ റിലീസാവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ സിനിമ വൻ വിജയമായി മാറട്ടെ, വൻ ഹിറ്റ് ആവട്ടെ. ബോക്സ് ഓഫീസൊക്കെ മലയാള ബോക്സ് ഓഫീസ് ഇങ്ങനെ ഡും ഡും കിടുകിട വിറക്കട്ടെ, തിയേറ്ററൊക്കെ പൂരപ്പറമ്പാവും, യാതൊരുവിധ സംശയമില്ല. ആ നിലക്കാണ് ഉള്ള ഐറ്റംസ് ആയിട്ടാണ് ഇപ്പൊ ഈ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.